ഇറാൻ പ്രശ്നം, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ പ്രശ്നം, ആ കരാറ് അതെന്തായി ഏതായി എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന ആൾ കാര്യങ്ങൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ നേരെ അവിടെ സ്വിറ്റ്സർലൻഡിൽ ഇറാൻ പ്രതിനിധികളും ജെ ഡി വാൻസും ഒക്കെ ആയിട്ടുള്ള അമേരിക്കൻ സംഘമായിട്ടുള്ള ചർച്ച നടന്നു. അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ഈ അമേരിക്കൻ അവരുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മീഡിയേറ്റേഴ്സിനെയും ഇവരെയൊക്കെ ഇയാളങ്ങ് ഭീഷണിപ്പെടുത്തി. ട്രംപ് അവരെയൊക്കെ കൊന്നുകളയും, വെടിവെച്ച് കൊല്ലുന്നതാണ്, അവരെയൊക്കെ തട്ടിക്കളയും. എന്തിനാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് സംഭവം. അത് ഏതായാലും അതിനെതിരെ ശരിയായ രീതിയിൽ ഈ മുഹമ്മദ് ബാഗർ എന്ന് പറയുന്ന ഇറാൻ്റെ പ്രതിനിധി ഭയങ്കരമായിട്ട് അതിനെതിരെ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങളിതിനൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ഇവൻ്റെ ഒന്നും പുറകെ വന്നതല്ല എന്നും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു. അതിലൂടെ ഇന്ത്യൻ കപ്പലുകളെല്ലാം ഇപ്പോൾ കടന്നുപോയി. അങ്ങനെ ഇന്ത്യയുടെ ആ പാചകവാതകത്തിൻ്റെ അതിന് ആ ഭീഷണി ഇല്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ ഓയിൽ, ഈ എണ്ണ, അതിൻ്റെ ആ കുറവിൻ്റെ ആ ഭീഷണിയൊക്കെ മാറിയിട്ടുണ്ട്. ഏതാണ്ട് കപ്പലുകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ചും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്. അതിപ്പോൾ ഏറ്റവും കഴിഞ്ഞ ഒരു 8 മണിക്കൂർ മുമ്പ് നെതന്യാഹു പറഞ്ഞതാണ്. അതായത് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അയാൾ പറഞ്ഞ കാര്യം, ഈ ഇറാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഇനി ഇസ്രായേൽ അമേരിക്കയെ ആശ്രയിക്കുന്ന അങ്ങ് നിർത്താൻ പോവുക, അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഈ ആയുധശേഷിയൊക്കെ ഇസ്രായേൽ വികസിപ്പിച്ചെടുക്കണമെന്ന് ഇതിലേക്കായി. കാരണം തോന്നിവാസനെല്ലാം കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള, അമേരിക്ക കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്ക ഇങ്ങനെയുള്ള പ്രശ്നത്തിന് വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപ് പറഞ്ഞേക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അതിലും വളരെ വിചിത്രമാണ്. എന്തുമായാലും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം അത് ഈ ഒരു മാനസിക രോഗമുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ അമേരിക്കക്കാർ ഇയാളെ തിരഞ്ഞെടുത്ത അമേരിക്കക്കാർ എന്ത് പറയണം? അമേരിക്കക്കാർ സാധാരണഗതി വിവരമുള്ളവരും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും ഒരു ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്നവരുമാണെന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇയാളെ തിരഞ്ഞെടുത്തോടുകൂടി നമുക്കിപ്പോൾ അമേരിക്കക്കാർ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ അയാൾ ഇപ്പോൾ പറയുന്നത്, ട്രംപ് പറയുന്നത് എന്താണെന്നറിയുക? വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ഈ 60 ദിവസത്തേക്ക് ഹോർമൂസിൽ ടോൾ ഉണ്ടാകത്തില്ല. പക്ഷേ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ടോൾ ഉണ്ടാവും. 60 ദിവസത്തിനകത്ത് അത് കഴിഞ്ഞാൽ ടോൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ടോൾ പിരിക്കാമെന്ന്. അതായത് പശ്ചിമേഷ്യയുടെ കാവൽമാലാഖ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ കാവൽമാലാഖയായിട്ട് പ്രവർത്തിക്കുന്നതാണ് US എന്നും, അതുകൊണ്ട് തന്നെ US-ന് ഹോർമൂസിലെ ടോൾ പിരിക്കാൻ അവകാശമുണ്ടെന്നും പറയുകയാണ്. എവിടുത്തെ കാര്യമെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. ഈ ഹോർമൂസിൽ ഈ അടയ്ക്കാൻ കാരണം എന്താ? നമ്മളത് ചിന്തിച്ചാൽ മതി. ഹോർമൂസ് ആരും അടച്ചിരുന്നില്ല, തുറന്നു കിടന്നതാണ്. ആ ഇറാനെ കയറി ചൊറിഞ്ഞാണ് ഹോർമൂസ് തുറക്കേണ്ട ഗതികേട് അടഞ്ഞു പോയ ഗതികേട് വന്നത്. എന്നിട്ട് ഹോർമൂസിലെ ഇടയ്ക്കിടയ്ക്ക് ഹോർമൂസ് അടയ്ക്കുക തുറക്കുക ആ രീതിയിലൊക്കെ വരുന്നതിൻ്റെ കാരണം മുഴുവൻ ഇവരുണ്ടാക്കി വെച്ചതാണ്. ഇയാൾ ട്രംപും നെതന്യാഹുവും കൂടെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് കാല് മാറി പറയുകയാണ്, ഇറാനുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ടോൾ പിരിക്കുമെന്ന് അമേരിക്ക. എവിടുത്തെ ന്യായമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം ടോൾ പിരിച്ചാൽ എന്താ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുമോ? അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ ഒക്കുമോ ടോൾ പിരിക്കാൻ? ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അതിൽ പ്രതികരിക്കണം. കാരണം അമേരിക്കയ്ക്ക് അതിന് പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല അവിടെ വരാൻ. ഈ ലോകം മുഴുവൻ നടന്ന് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളിടത്തല്ല ഇയാൾ ടോൾ പിരിക്കാൻ നടക്കത്തില്ലേ? അപ്പോൾ അതിന് എതിരെ ശരിയായ രീതിയിൽ പ്രതികരിക്കണം.
ചൈനയും റഷ്യയും ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കണം നിർബന്ധമായിട്ടും, മറ്റ് രാജ്യങ്ങളുമൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ, കാരണം അവരെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കാവൽ മാലാഖ എന്നുള്ള പേര് എന്തിനാണ് യു എസിന് വേണ്ടുന്നത്? യു എസിൻ്റെ താവളങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ കാശും കൊടുത്ത് മുഴുവൻ എണ്ണത്തിനെ തീറ്റിപ്പോറ്റി ഈ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പൈസയും തിന്നുകൊണ്ടാണ് യവന്മാരവിടെ കിടക്കുന്നത്. യവനൊക്കെ എന്തിനാണ്? യവനൊക്കെ കിടക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും ഉപദ്രവം വന്നത്. എന്നിട്ട് 300 ബില്യൺ കൊടുക്കേണ്ടത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കൊടുക്കണമെന്ന്. അതൊക്കെ ഇയാൾ പറയുക, ഇയാൾ പറഞ്ഞ കാര്യമാണ്. ഏതായാലും അത് ഈ അയാൾ ഒരു ദിവസം ഇത് പറയും, അടുത്ത ദിവസം വേറെ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ടോൾ പിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഒരു ദിവസം മുമ്പാണ് ഇതേപോലെ തന്നെ ആ ചർച്ചയ്ക്ക് ഇടയിൽ ഇയാൾ കയറി ഭീഷണിപ്പെടുത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയൊക്കെ കൊല്ലും, തട്ടിക്കളയും എന്നുള്ള ഭീഷണി വന്നത്. അങ്ങനെ ഭീഷണി വന്നപ്പോൾ അവർ പറഞ്ഞു ഈ ഇതെല്ലാം ശരി തന്നെ, അത് നിങ്ങളങ്ങ് ചർച്ച ചെയ്തു, ഞങ്ങളങ്ങ് പോവുക എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. ഇതുകൊണ്ട് ഇതെങ്ങും എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഏതായാലും ഇറാൻ്റെ ഒരു മഹാമനസ്കത കൊണ്ട് അവിടെ ഹോർമൂസ് തുടർന്ന് കപ്പലുകൾ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ആയാൽ നമുക്ക് ലോകത്തിന് തന്നെ നല്ല സമാധാനം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് ആ രീതിയിലാകണം. അതിന് അവരെ വീണ്ടും പ്രകോപിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാതിരിക്കണം, അതാണ് വേണ്ടത്. പക്ഷേ നേരെ മറിച്ച് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയല്ല, അവിടെ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഏതെങ്കിലും വിധത്തിൽ ഇത് അട്ടിമറിക്കണം എന്നുള്ളൊരു ധാരണയിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടമാണ് എന്നേ പറയാൻ പറ്റൂ ഇതിനെക്കുറിച്ച്. കാരണം ഇത് ഓരോ രാജ്യങ്ങളുടെയും കയറി, അതുപോലെ തന്നെ വേറെ പറയുന്നത് എന്ത്, അതായത് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഹിസ്ബുള്ള നിർത്തണമെന്ന്. ഹിസ്ബുള്ള ഇസ്രയേലിനൊന്നും ആക്രമിക്കാൻ പോയില്ല, ഹിസ്ബുള്ളയെ കയറി അടിക്കാനായി ഇവർ പോയേക്കുന്നത്. ലെബനനിലെ ആക്രമിക്കുമ്പോൾ അവർ തിരിച്ചടിക്കും, അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഹിസ്ബുള്ള പോയി ഇസ്രയേലിനൊന്നും ആക്രമിക്കുന്നില്ല. ഇപ്പോൾ ലെബനൻ ഇസ്രയേലിനെ ആക്രമിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. അവരെ നിലയ്ക്ക് നിർത്തണമെന്ന്. എങ്ങനെ നിലയ്ക്ക് നിർത്തുന്നേ? അവരെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നിർത്തണമെന്ന്. ഇസ്രായേലിനെ ആക്രമിക്കുന്നെങ്കിലല്ല അത് നിർത്താൻ പറ്റുള്ളൂ. ഇസ്രായേൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തനെ കയറി അടിക്കുമ്പോൾ അവൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ ഒക്കത്തില്ല. ആ രീതിയിൽ ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങോട്ട് പോവും എന്ന് നമുക്കിപ്പോഴും പറയാൻ ഒക്കുന്നില്ല. ഇത് ഈ സമാധാനം എന്ന് പറയുന്നത് ഇനിയും ഒരു മരീചികയായിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്.